ചന്തക്കുന്ന് ചാരംകുളം കിണറ്റിങ്ങൽ സദക്കത്തിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി നാടൊരുങ്ങുന്നു. ധനസമാഹരണത്തിനായി നാട്ടുകാരുടെ സഹകരണം വേണമെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. ഈ ഓപ്പറേഷനും അതുപോലെ തന്നെ തുടർന്നുള്ള ചികിത്സക്കുമൊക്കെ 30 ലക്ഷം ഉറപ്പിക്കുകയാണ് ആവശ്യമായി വന്നിട്ടുള്ളത്. സദക്കത്തിന്റെ കുടുംബം വളരെ പ്രയാസപ്പെടുന്ന ചെറിയ ഒരു കുടുംബമാണ്. വീടാണെങ്കിൽ വലിയ വീടൊന്നുമല്ല, ചെറിയ ഒരു വീട്. 3 കുട്ടികളിൽ ചെറിയ കുട്ടിക്ക് 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. വേറെ വരുമാന മാർഗങ്ങളൊന്നും അദ്ദേഹത്തിനുമില്ല, അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കും ഇല്ല. ഈ സാഹചര്യത്തിൽ നിലമ്പൂരുകാരായ നമ്മുടെ സഹോദരന്മാർ പി വി അബ്ദുൽ വഹാബ് MP, ആര്യടൻ ഷൗക്കത്ത് MLA, അതുപോലെ തന്നെ നമ്മുടെ ചെയർമാൻ മാട്ടുമൽ സലീം, VA കരീം, റനീഷ് കുപ്പായം, ജംഷിദ് M കുഞ്ഞുട്ടിമാൻ, ഇവർ രക്ഷാധികാരികളായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലർ റനീഷ് കുപ്പായം ചെയർമാനായിട്ടും ബാബു എറഞ്ഞിക്കൽ ട്രഷററായിട്ടും ഒരു ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിക്കുകയും ഇതിൻ്റെ മീറ്റിംഗ് കൂടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്വമനസ്സുകളെയും സമീപിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അഥവാ സദക്കത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ആ പാവപ്പെട്ട ഫാമിലിയെ രക്ഷത്തിന് വേണ്ടി പാവപ്പെട്ട ഫാമിലിയുടെ രക്ഷയ്ക്ക് ആവശ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവരുമായും അഭ്യർത്ഥിക്കുക എന്ന തീരുമാനമാണ് കമ്മിറ്റി എടുത്തിട്ടുള്ളത്. നിലമ്പൂർ ചന്തക്കുന്ന് ചാരംകുളം കിണറ്റിങ്ങൽ സദക്കത്താണ് അടിയന്തരമായി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. ഒരു സാധാരണ പ്രവാസിയായിരുന്ന സദക്കത്തിന്റെ കരളിന്റെ പ്രവർത്തനം പെട്ടെന്നാണ് തകരാറിലായത്. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലാണ് ചികിത്സ നടത്തുന്നത്. നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണം നടത്തുന്നതിനിടയിലാണ് ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നത്. അപകടത്തിൽ പരിക്കേറ്റിരുന്ന ഒരു യുവാവിന്റെ ലിവർ സ്വീകരിച്ചാണ് സദക്കത്തിന്റെ ശസ്ത്രക്രിയ നടത്തിയത്. ഇനി 3 ആഴ്ച കൊണ്ട് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. 3 മാസത്തിലേറെ വിശ്രമവും ആവശ്യമാണ്. ശസ്ത്രക്രിയയ്ക്കും മറ്റുമായി ഏകദേശം 35 ലക്ഷം രൂപയിലധികം ആവശ്യമാണ്. ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപ് ആശുപത്രിയിൽ പണമടയ്ക്കണം. നിർധന കുടുംബത്തിന് സ്വന്തം നിലയ്ക്ക് തുക കണ്ടെത്തുവാനുള്ള മാർഗമില്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അകമഴിഞ്ഞ് സഹായിച്ചവരാണ് നമ്മുടെ നാട്ടുകാർ. സദക്കത്തിന്റെ ചികിത്സയും നാട്ടുകാർ ഏറ്റെടുക്കുന്നു എന്ന പ്രതീക്ഷയിലാണ് ചികിത്സാ സഹായ കമ്മിറ്റി. സദക്കത്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ഞങ്ങളോടൊപ്പം കൈകോർത്ത് സഹകരിക്കണമെന്ന് വിനയത്തോടെ സഹായ കമ്മിറ്റി ആവശ്യപ്പെട്ടു. വളരെ പെട്ടെന്ന് തന്നെ ഈ ഓപ്പറേഷൻ ഈ പറഞ്ഞതുപോലെ ഐസക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആക്സിഡന്റായി കഴിഞ്ഞ 4 ദിവസം മുമ്പ് മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ പ്രധാന അവയവങ്ങളൊക്കെ ദാനം ചെയ്തതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ സദക്കത്തിനെ ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇങ്ങനൊരു മരണം സംഭവിച്ചതുകൊണ്ട് ഈ ഐസക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ലിവർ സദക്കത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്ക് സദക്കത്തിന്റെ ജീവൻ രക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഈ പറയുന്ന കിംസ് ഹോസ്പിറ്റൽ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഏകദേശം 10-35 ലക്ഷം രൂപയോളം ചെലവുണ്ട്. അപ്പോൾ സത്യത്തിൽ ഈ ഐസക് എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ നിമിത്തമാണ് ഉണ്ടായെന്ന് പറയാം. അതിനു മുമ്പ് ചന്തക്കുന്നിലെ നമ്മുടെ കൗൺസിലർമാരും നാട്ടുകാരും മഹല്ല് കമ്മിറ്റിയും എല്ലാവരും ചേർന്നുകൊണ്ട് ഈ കിണറ്റിങ്ങൽ സദക്കത്ത് ചികിത്സാ ധനസഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഇത് രൂപീകരിച്ച് നാട്ടുകാരിലേക്ക് സുമനസ്സുകളിലേക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് ഈ പറഞ്ഞ ഐസക്കിന്റെ മരണം ഉണ്ടായത്. അപ്പോൾ അത് നിമിത്തമായി എന്നാണ് അദ്ദേഹത്തിന് മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ ആഗ്രഹപ്രകാരം ഈ അവയവങ്ങൾ മാറ്റിപ്പാക്കുന്നതാണ് ലിവർ നമുക്ക് എന്തായാലും സദക്കത്തിന് വേണ്ടി കിട്ടി. നമുക്കിനി ആ കിംസ് ഹോസ്പിറ്റലിൽ നിന്ന് സുഖം പ്രാപിച്ച് സദക്കത്തിനെ നമുക്ക് ഇറക്കി കൊണ്ടുവരണമെങ്കിൽ ഈ പറയുന്ന വലിയ ഭാരിച്ച ഒരു തുക 10-30 ലക്ഷം രൂപ പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയ ഒരു കുടുംബം വളരെ പാവപ്പെട്ട ഏറ്റവും എന്താ പറയുക കൂലിപ്പണിക്കാരാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളുകളാണ്. ചികിത്സാ സഹായ കമ്മിറ്റി കേരള ഗ്രാമീൺ ബാങ്ക് നിലമ്പൂർ ബ്രാഞ്ചിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. 9745488106 എന്ന നമ്പറിൽ GPay ആയും സഹായം ചെയ്യാവുന്നതാണ്.
വാർത്താസമ്മേളനത്തിൽ ചന്തക്കുന്ന് മഹല്ല് ഖാസി ബഷീർ ഫൈസി, നഗരസഭാ കൗൺസിലർമാരായ പാലൊളി മെഹബൂബ്, ജംഷീദ് എം കുഞ്ഞുട്ടിമാൻ, ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ റനീഷ് കുപ്പായ്, അബൂബക്കർ ഫൈസി, KPA നാസർ, എരഞ്ഞിക്കൽ ബാബു, തൊണ്ടിക്കുട്ടിമാൻ, ഫിറോസ് കിണറ്റിങ്ങൽ, BA ഷാജഹാൻ, റഫീഖ് പയ്യാനകത്ത്, PK ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്തു.